ഹായ് മക്കളെ, അപ്പോൾ 8th കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്ററായ എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് അതിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സെഷനാണ് പറയുന്നത്. നമ്മൾ സാധാരണ ഇപ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പിലോ അതേപോലുള്ള ഷോപ്പുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇല്ലേ. ചിലപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും ചിലപ്പോൾ ഡ്രസ്സുകളും അതേപോലുള്ള വസ്തുക്കളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് ഭംഗിയിൽ അറേഞ്ച് ചെയ്യും, കൃത്യമായിട്ട് പ്രോപ്പർ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ എലമെൻറ്റ്സ് ഉണ്ടല്ലോ, മൂലകങ്ങൾ, ഈ മൂലകങ്ങളെയും ഇതേപോലെ തന്നെ അറേഞ്ച് ചെയ്യാനായിട്ട് പണ്ട് മുതലേ ശ്രമിച്ചിരുന്നു. അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റ് പഠിക്കാനുള്ള കാര്യം എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ്, മൂലകങ്ങളുടെ വർഗീകരണം. ഈ പറഞ്ഞ എലമെൻറ്റ്സിനെ എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഇതിനെ ശ്രമിച്ച ആളാണെന്ന് നമ്മുടെ അന്റോണിയോ ലവോസി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. അദ്ദേഹം ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ, ഈ എലമെൻറ്റ്സിനെ മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ, ലോഹം അലോഹം എന്നിങ്ങനെ തരംതിരിച്ചു. ഓക്കെ, അതിനുശേഷം വന്ന ആളാണത് ഡോബർനെയർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. അദ്ദേഹം ചെയ്തത് ട്രയാഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തത്. എന്താണ് ട്രയാഡ് എന്നുള്ള കാര്യം ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ട്രൈ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? 3 അല്ലെ, 3. അപ്പോൾ 3 എലമെൻസ് ഉള്ള ഗ്രൂപ്പായിട്ടാണ് അദ്ദേഹം ഇതിനെ തിരിച്ചത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ന്യൂലാൻസ്. അദ്ദേഹം ചെയ്തത് അഷ്ടകങ്ങൾ അല്ലെങ്കിൽ ഒക്ടേവ്സ് എന്ന പേരിലാണ് അദ്ദേഹം എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിച്ചു പോവാം. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മുടെ അന്റോണിയോ ലവോസിയെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്? ഹി ക്ലാസിഫൈഡ് ദ നോൺ എലമെൻറ്റ്സ് ഇൻ ടു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. അതായത് ഇത് പറയാനുള്ള കാര്യം, അദ്ദേഹം ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ പരിചയമുള്ള അത്രയും എലമെൻറ്റ്സ് ഉണ്ടായിരുന്നില്ല, നമ്പർ ഓഫ് എലമെൻറ്റ്സ് കുറവായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്ന എലമെൻറ്റ്സിനെ അദ്ദേഹം എന്ത് ചെയ്തു, മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ എന്നിങ്ങനെ തരംതിരിച്ചു. ഓക്കെ, അപ്പോൾ ഈ കാര്യം കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക കേട്ടോ, അന്റോണിയോ ലവോസിയുടെ. നെക്സ്റ്റ് ആണ് നമ്മുടെ ഡോബർനെയർ, ട്രയാഡ്. അപ്പോൾ നമുക്കറിയാം ട്രൈ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ട്രിപ്പിൾ എന്നൊക്കെ പറയില്ലേ, ട്രൈ, അതായത് 3 അല്ലെ, 1 2 3 പേരടങ്ങുന്ന ഒരു ടീം. ഇതേപോലെ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കുമല്ലോ. അത് ആരൊക്കെയാണ്? ഇതിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും ചിലപ്പോൾ അല്ലേ. എന്താണ്? സോണിക്, ബ്ലാക്ക് ഷാഡോ, നക്കിൾസ്, അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. അപ്പോൾ ഇവർ 3 പേരും ഒരു ടീമാണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഇവർ 3, ഇറ്റ് ഈസ് എ 3 മെമ്പർ എലമെൻറ്റ്സ് ഹാവിങ് നമ്പർ 3. ഓക്കെ, അപ്പോൾ ഇതൊരു ട്രയാഡാണെന്ന് പറയാം. അതേപോലെ നമ്മുടെ ഡോബർനെയർ എന്ത് ചെയ്തു, എലമെൻസിനെ അറേഞ്ച് ചെയ്തു 3 എലമെൻസ് ഉള്ള ഗ്രൂപ്പാക്കിയിട്ട്. അത് പ്രത്യേകത ഉണ്ട് കേട്ടോ, വെറുതെ അറേഞ്ച് ചെയ്തല്ല. എന്താണെന്ന് നോക്കാം നമുക്ക്. നോക്കിയാൽ സോഡിയം, ലിഥിയം, പൊട്ടാസ്യം, ഇതൊരു ട്രയാഡാണ് കേട്ടോ, ഒരു ഗ്രൂപ്പ് ഓഫ് 3. ഇത് രണ്ടാമത്തെ ട്രയാഡാണ്, ഇത് മൂന്നാമത്തെ ട്രയാഡാണ്, ഇത് നാലാമത്തെ. ഇങ്ങനെ 3 എലമെൻസ് ഉള്ള ഗ്രൂപ്പുകളായിട്ട് അദ്ദേഹം തിരിച്ചു. ഇങ്ങനെ വെറുതെ തിരിക്കുകയല്ല ചെയ്ത്, അദ്ദേഹം ചെയ്ത ഈ ഗ്രൂപ്പിന് പ്രത്യേകതയുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലിഥിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ആറ്റോമിക് മാസുകളുടെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സോഡിയത്തിൻ്റെ ആറ്റോമിക് മാസ് കിട്ടും. അതായത് ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും എലമെൻറ്റുകളുടെ ആറ്റോമിക് മാസിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ മിഡിൽ 1 ആയിട്ടുള്ള എലമെൻറ്റ്, നടുവിലുള്ള എലമെൻറ്റിൻ്റെ ആറ്റോമിക് മാസ് കിട്ടും. ഇതേ രീതിയിലാണ് അദ്ദേഹം അറേഞ്ച്മെൻറ്റ് ചെയ്തത്. പക്ഷേ എന്താ പ്രശ്നം എന്നുണ്ടെങ്കിൽ എല്ലാ എലമെൻസിനെയും ഇതേപോലെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾസ് നോക്കാം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. കണ്ടോ, ലിഥിയത്തിൻ്റെ ആറ്റോമിക് മാസ് 7 ആണ്, പൊട്ടാസ്യത്തിൻ്റെ 39 ആണ്. രണ്ടുപേരുടെയും ആവറേജ് കാണാമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 23 കിട്ടും. സോ ഇതേ രീതിയിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അറേഞ്ച്മെൻറ്റ് ചെയ്തത് കേട്ടോ. നോക്കിയാൽ കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, അതുപോലെ ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, ഇങ്ങനെ 3 പേരുള്ള അല്ലെങ്കിൽ 3 എലമെൻസുള്ള ഗ്രൂപ്പായിട്ട് അദ്ദേഹം തിരിച്ചു. ആര്? ഡോബർനെയർ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഡോബർനെയറുടെ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ വരുന്നത് 3 എലമെൻസിൻ്റെ ഗ്രൂപ്പായി തിരിച്ചു. എന്താണ് പ്രത്യേകത? ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും എലമെൻറ്റുകളുടെ ആറ്റോമിക് മാസിൻ്റെ ആവറേജ് കണ്ടു കഴിഞ്ഞാൽ മിഡിലുള്ള എലമെൻറ്റിൻ്റെ ആറ്റോമിക് മാസ് കിട്ടും. ആ രീതിയിലാണ് അദ്ദേഹം ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹി ക്ലാസിഫൈഡ് ദ എലമെൻറ്റ്സ് ഓഫ് സിമിലർ പ്രോപ്പർട്ടീസ് ഇൻ ടു ഗ്രൂപ്പ് ഓഫ് 3. ദീസ് ആർ കോൾഡ് ട്രയാഡ്സ്. ഓക്കെ, he stated that atomic mass of the element in the middle of the triads was approximately the average of the atomic mass of the other 2 elements. ഈ രീതിയിലാണ് അദ്ദേഹം ചെയ്തത് കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഡോബർനെയറിൻ്റെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. അടുത്തതാണ് മക്കളെ, എന്താണെന്നറിയോ? നിങ്ങൾ സ്കൂളിൽ അസംബ്ലിക്ക് നിൽക്കുന്നത് ഇങ്ങനെയാണ് അല്ല, ഇങ്ങനെയല്ല നിൽക്കുക. ഹൈറ്റിൻ്റെ ഓർഡറിൽ ഏറ്റവും കുഞ്ഞു കുട്ടി ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടാവും, പിന്നെ രണ്ടാമത്തെ ആൾ നിൽക്കും. അത് മാത്രമല്ല കീപ് 1 hand ഡിസ്റ്റൻസ്. PT സാർ എപ്പോഴും പറയുന്നുണ്ടാവില്ലേ ക്ലാസ്സിൽ, അതായത് കീപ് 1 hand ഡിസ്റ്റൻസ്. അപ്പോൾ ഇതേ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, സ്കൂൾ അസംബ്ലി നിൽക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഐഡിയക്ക് പറഞ്ഞതാണ് കേട്ടോ. നമ്മുടെ ന്യൂലാൻസ് എന്ന് പറയുന്ന ആളും ഇനി പറയാൻ പോകുന്ന സയൻറ്റിസ്റ്റും നമ്മുടെ എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തതും അല്ലെങ്കിൽ അദ്ദേഹം അറേഞ്ച് ചെയ്തതും ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആറ്റത്തിൻ്റെ മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തത് കേട്ടോ.
ആറ്റോമിക് മാസിൻ്റെ ബേസിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ന്യൂലാൻസ് എന്താ ചെയ്തെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ എലമെൻസിനെ അറേഞ്ച് ചെയ്തു. അപ്പോൾ അറേഞ്ച് ചെയ്തപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അതെ ഫസ്റ്റ് മാസം ഒരാൾ ഇവിടെ എഴുതി, രണ്ടാമത് തൊട്ടടുത്ത മാസത്തിൽ രണ്ടാമത് എഴുതി, അടുത്ത മാസം ഒരാൾ മൂന്നാമത്, അങ്ങനെ 4th 5th 6th 7th വരെ എഴുതി. ഓക്കെ, അദ്ദേഹം ഇങ്ങനെ ആറ്റോമിക് മാസിന് ഇൻക്രീസിങ് ഓർഡറിൽ എഴുതി വന്നു. അപ്പോൾ അദ്ദേഹം കണ്ട കാര്യം 8th എലമെൻറ്റിൻ്റെ 7th കഴിഞ്ഞ് അടുത്ത് വരുന്ന എലമെൻ്റ് എടുത്തു. ആ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി നമ്മുടെ ഫസ്റ്റ് എലമെൻ്റായിട്ട് മാച്ച് ചെയ്തു. അതായത് ഫസ്റ്റ് എലമെൻറ്റ് ആദ്യം എടുത്ത എലമെൻറ്റിനെ ഒന്നാമത് എടുത്ത് എഴുതി, അതിനേക്കാളും മാസ് കൂടിയുള്ള രണ്ടാമത് എഴുതി, അതിനേക്കാളും മാസ് കൂടിയുള്ള മൂന്നാമത് എഴുതി, അങ്ങനെ എഴുതി വന്നിട്ട് 7th ഉള്ള എലമെൻറ്റിന് എടുത്തു. 7th പൊസിഷനിൽ ഒരു എലമെൻറ്റ് വന്നു. അതിനുശേഷം അതിനേക്കാളും മാസ് കൂടുതലുള്ള അടുത്ത എലമെൻറ്റ് എടുത്തപ്പോൾ, അത് 8ാമത്തെ എലമെൻറ്റ് എടുത്തപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി എന്ത് വന്നു? ഫസ്റ്റ് എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് മാച്ച് ചെയ്ത് വന്നു. അങ്ങനെയാണ് അദ്ദേഹം അറേഞ്ച് ചെയ്തത്. നോക്കിയാൽ എലമെൻറ്റ്സ് വേർ അറേഞ്ച്ഡ് അസെൻഡിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ്. ഓക്കെ, ഈച്ച് 8th element, 8ാമത്തെ എലമെൻറ്റ് വാസ് എ റിപ്പീറ്റേഷൻ ഓഫ് ദ ഫസ്റ്റ് ഇൻ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. അതായത് മൂലകങ്ങളെ ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? എഴുതി. അപ്പോൾ 8ാമത് വരുന്ന ഓരോ മൂലകവും ഗുണങ്ങളിൽ ആദ്യത്തേതിൻ്റെ ആവർത്തനമാണെന്ന് അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ അതേപോലെ എഴുതി വെച്ചു. അപ്പോൾ 7 കഴിഞ്ഞ് 8ാമത്തത്. ഈ സംഭവം എന്തിനു മെച്ചെന്നറിയോ? 1 2 3 4 5 6 7 എന്നുള്ളത് കുറച്ചുകൂടി മാറ്റി പറഞ്ഞപ്പോൾ നമ്മുടെ സാരിഗമ പദനി ഇല്ലേ, സാരിഗമ പദനി സ കഴിഞ്ഞ് രീ ഗമ പദ നീ കഴിഞ്ഞ് വീണ്ടും സ പറയുമ്പോൾ അത് ഒന്നാമത്തെ ആളുടെ പോലെ വരുന്നത്. അതേ രീതിയിലാണ് അദ്ദേഹം കണ്ടെത്തി. ഇതാ കണ്ടോ, സാരിഗമ പദനി വീണ്ടും സ വരും. അതായത് 1 2 3 4 5 6 7 എഴുതി 8ാമത്തെ ആളുടെ പ്രോപ്പർട്ടി എന്തായിട്ട് വന്നു? 7ാമത്തെ ആളുടെ പ്രോപ്പർട്ടി ആയിട്ട് മാച്ച് ചെയ്ത് വന്നു. ഇതേ രീതിയിൽ അദ്ദേഹം അറേഞ്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കണം കേട്ടോ. ഓക്കെ, എലമെൻറ്റ്സ് വേർ അറേഞ്ച്ഡ് അസെൻഡിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ്. ഈച്ച് 8th element was a repetition of the first in its properties. He compared this to the 7 notes in music. നമ്മുടെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് എഴുതി. ഇതാണ് എന്ത്? ന്യൂലാൻസിൻ്റെ ഒക്ടേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഓക്കെ, ന്യൂലാൻസ് എന്ത് ചെയ്തു? ക്ലാസിഫൈഡ് എലമെൻറ്റ്സ് ഇൻ ടു ഒക്ടേവ്സ്, എ ഗ്രൂപ്പ് ഓഫ് 8, അല്ലെങ്കിൽ ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് നിർത്തും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. സെറ്റാണല്ലോ. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, നമ്മുടെ ഈ പറഞ്ഞ ന്യൂലാൻസും എലമെൻസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തത്? ഇൻ ദ ഓർഡർ ഓഫ് ആറ്റോമിക് മാസ് അല്ലേ. അടുത്ത് വരുന്ന ആൾ, അതായത് മെൻഡലിയേഫ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഉണ്ട്, ഇദ്ദേഹവും അങ്ങനെയാണ് ചെയ്തത്. എന്ത്? ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്തത് കേട്ടോ. അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ട് ഒരു ടേബിളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ ടേബിൾ ഉണ്ടാക്കാനുള്ള ഒരു ബേസിക് എന്ന് പറഞ്ഞാൽ ഇതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ലോ ഉണ്ട്, മെൻഡലിയേവ്സ് പീരിയോഡിക് ലോ. എന്താണെന്ന് നോക്കിയാൽ, ദ ഫിസിക്കൽ and chemical properties of elements are the periodic functions of their atomic mass. അതായത് മൂലകങ്ങളുടെ രാസ ഭൗതിക ഗുണങ്ങൾ അവയുടെ ആറ്റോമിക് മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണെന്ന് പറഞ്ഞു. ഇതാണ് മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ലോ. വെരി ഇമ്പോർട്ടൻറ്റ്, എന്തായാലും എക്സാമിന് ചോദിക്കും, പഠിച്ചു വെക്കണം കേട്ടോ. ഡെഫിനിഷൻ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കാം. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ടേബിൾ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ടേബിൾ. അതായത് അദ്ദേഹം എലമെൻസിനെ ഒരു ടേബിളിൽ അറേഞ്ച് ചെയ്തു. എങ്ങനെയാണ്? ആറ്റോമിക് മാസിൻ്റെ ഓർഡറിൽ. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഇതിൽ ഇങ്ങനെ അടിയിലേക്ക് വരുന്ന ആൾക്ക്, ഇപ്പോൾ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇത് നമ്മളിതിനെ ഗ്രൂപ്പ് എന്ന് പറയാം കേട്ടോ. കെമിസ്ട്രിയിൽ ഇങ്ങനെ അടിയിലേക്ക് വരുന്ന ഒരു കോളമില്ലേ, കോളം, ആ കോളത്തിലുള്ള ആൾക്കാരെ പറയുന്നത് ഗ്രൂപ്പ് എന്ന് പറയും. അപ്പോൾ ഇതൊരു ഗ്രൂപ്പാണ്, ഇത് വേറെ ഗ്രൂപ്പാണ്, ഇത് വേറെ, അങ്ങനെ 1 2 3 4 5 6 7 8 ഗ്രൂപ്പ് വരെ അദ്ദേഹത്തിൻ്റെ ടേബിൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പഠിച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഐഡിയ ഉണ്ടാക്കിയാൽ മതി. നമ്മളിതിൽ പഠിക്കേണ്ട കാര്യം മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ലോ എന്തായാലും പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതായത് കുറച്ച് പ്രത്യേകതകൾ അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കിയേ, ഫസ്റ്റ് പ്രത്യേകത ഇതാണ്, എലമെൻറ്റ്സ് വേർ അറേഞ്ച്ഡ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ്. അത് നമുക്ക് അറിയണ കാര്യമാണ് അല്ലേ, പറഞ്ഞു. നെക്സ്റ്റ് നോക്കിയാൽ, ബ്ലാങ്ക് സ്പേസസ് വേർ ലെഫ്റ്റ് ഫോർ ദ എലമെൻറ്റ്സ് ടു ബി ഡിസ്കവേർഡ് ആൻഡ് ദയർ പ്രോപ്പർട്ടീസ് വേർ പ്രെഡിക്റ്റഡ്. അതായത് ഞാൻ ഒരു കാര്യം നേരത്തെ പറഞ്ഞിരുന്നു, ഏതാണ്? ഇതൊരു ഗ്രൂപ്പാണെന്ന് പറഞ്ഞു അല്ലേ കേട്ടോ. ഇതൊരു ഗ്രൂപ്പാണ് മാർക്ക് ചെയ്തത്, ഇത് വേറെ ഗ്രൂപ്പാണ്, ഇത് വേറെ ഗ്രൂപ്പാണ്. ഓക്കെ, ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഒരേ സ്വഭാവമായിരിക്കും. ഒരു ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഏകദേശം ഒരേ സ്വഭാവമായിരിക്കും വരാം. അപ്പോൾ അദ്ദേഹം ഇവിടെ കണ്ട ഓരോ ബ്ലാങ്ക് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ എലമെൻ്റ് ഇല്ല, ഇവിടെ എലമെൻ്റ് ഇല്ല, കുറച്ച് സ്ഥലത്തൊന്നും ഇല്ല, എലമെൻറ്റ്സ് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ കണ്ടുപിടിച്ചേക്കാം എന്ന് കരുതി വിട്ടതാണ്.
ഓക്കെ, അതുമാത്രമല്ല അവിടെ വരുന്ന എലമെൻറ്റിൻ്റെ സ്വഭാവം എന്താണെന്ന് കൂടി അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. എന്തുകൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ കാരണം ഒരേ ഗ്രൂപ്പിലാണെങ്കിൽ അവർക്ക് ഏകദേശം ഒരേ സ്വഭാവമായിരിക്കും അല്ലേ, ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു എലമെൻറ്റ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി എന്തായിരിക്കും വരിക, ഇവിടെ കിടക്കുന്ന ബാക്കി എലമെൻസിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് ഏകദേശം മാച്ച് ചെയ്ത് വരും. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇതാ ഓക്കെ, blank spaces were left for elements to be discovered and their properties were predicted. Okay, then next point again, elements with similar properties were grouped together to simplify the study of elements and their compounds. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എന്താണ്, ഒരു ഗ്രൂപ്പിലുള്ള എലമെൻസിന് ഏകദേശം ഒരേ പ്രോപ്പർട്ടി ആവുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ എലമെൻസിനെ കുറിച്ച് പഠിക്കാൻ പറ്റിയിരുന്നു. ഓക്കെ, ദെൻ അദ്ദേഹത്തിൻ്റെ എലമെൻസിന് അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് വരുന്നത്. ദ ഓർഡർ ഓഫ് atomic mass was not strictly followed in the case of all elements. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ മെൻഡലിയേഫ് എന്താണ് ചെയ്തത്, ആറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് ടേബിൾ ഉണ്ടാക്കിയത് അല്ലേ. പക്ഷേ എല്ലാ സ്ഥലത്തും ഈ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ് ഫോളോ ചെയ്തിരുന്നില്ല. ഓക്കെ, അത് നമുക്ക് നോക്കാം എവിടെയാണെന്നുള്ളത്. ഇതാ ഇവിടുത്തെ നോക്കിയതേ, ഇവിടെ 22, ഇവിടുത്തെ കേസ് നമുക്ക് നോക്കുമ്പോൾ അതെ 22, 24, 29 കണ്ടോ. പക്ഷേ അടുത്ത് നോക്കിയാൽ 28 വന്നിരിക്കുന്നത് കണ്ടോ, പിന്നെ 30. ഒരു ചെറിയ വ്യത്യാസം വന്നില്ലേ, അതാണ് ഉദ്ദേശിച്ചത്. ആറ്റോമിക് മാസ് എല്ലായിടത്തും സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്തിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ വേറൊരു പ്രശ്നം, നമ്മുടെ ഹൈഡ്രജൻ, നമ്മളെപ്പോഴും പഠിക്കുന്ന ഹൈഡ്രജൻ ഉണ്ടല്ലോ, ആ ഹൈഡ്രജന് സ്വന്തമായിട്ട് സ്ഥലം കൊടുത്തില്ല. ഹൈഡ്രജനോട് പറഞ്ഞു എവിടെയെങ്കിലും വരുന്നുള്ളൂ. ഹൈഡ്രജൻ കുഡ് നോട്ട് ബി ഗിവൻ ആൻ എക്സാക്ട് പൊസിഷൻ, സ്വന്തമായിട്ട് സ്ഥലം കൊടുത്തിരുന്നില്ല. ഐ മീൻ ഹൈഡ്രജൻ കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല ആർക്ക്, നമ്മുടെ മെൻഡലിയേഫിന് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എലമെൻറ്റ്സ് വിത്ത് വെരി ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഹാഡ് ടു ബി പ്ലേസ്ഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. ഞാൻ എന്താ ആദ്യം പറഞ്ഞത്, ഒരേ ഗ്രൂപ്പിൽ ഒരേ സ്വഭാവമാണെന്ന് പറഞ്ഞില്ലേ. പക്ഷേ എല്ലാ ഗ്രൂപ്പിലും അങ്ങനെ ആയിരുന്നില്ല. ചില ഗ്രൂപ്പുകൾ എന്ത് വന്നു, ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി ഉള്ള ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തിയിരുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ 3 പോയിന്റ്സ് മെൻഡലിയേഫിൻ്റെ പീരിയോഡ് ടേബിളിൻ്റെ ഡ്രോബാക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് എന്ന് പറയാം കേട്ടോ. ഇത് അദ്ദേഹത്തിൻ്റെ ടേബിളിൻ്റെ പ്രോപ്പർട്ടീസാണ്, സ്വഭാവ സവിശേഷതകൾ. ഓക്കെ, ഇതെന്താണ്, ഡീമെറിറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ എന്തായാലും നന്നായിട്ട് പഠിക്കണം. ഓക്കെ അല്ലേ, പറഞ്ഞ കാര്യം ക്ലിയർ ആയിട്ട് ചെയ്തോളൂ എല്ലാവരും. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.